ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വേറെ ഒന്നല്ല ഗൈസ്, നമ്മൾ പത്തിരത്തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ കുറേ ഇലകളൊക്കെ പറിച്ച് വെച്ച് എന്ത് ഈ പെണ്ണ് പറയുന്നതെന്ന്. യെസ് ഗൈസ്, ഇന്ന് നമ്മൾ പത്തിരത്തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പം ഇലകൾ ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ തെറ്റിപ്പോകും. അത് എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കർക്കിടക മാസത്തിൽ മസ്റ്റായിട്ട് നമ്മൾ ഇതൊരു തവണയെങ്കിലും ഒന്ന് കഴിച്ചിരിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ടും ചീര ചേർക്കാറുണ്ട്, അതുപോലെ മത്തന്, പയർ, ചേന, അതിൻ്റെയൊക്കെ ഇലകളാണ് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെക്കുക. ഇതിനകത്ത് കൊച്ചുള്ളി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സവാളയെക്കാട്ടും നല്ല ടേസ്റ്റ് കൂടുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ. ഇത് പാകം ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന കൂട്ട് ഒരു ചീനിച്ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗണിഷ് നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഇലകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ എടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മുടെ ഈ വെള്ളം വെച്ച് തിളപ്പിച്ച് അങ്ങനെ നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, അതായത് വെളിച്ചെണ്ണ ചെയ്യുവാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ഇലത്തോരനല്ല, ഏത് തോരനാണെങ്കിലും നമ്മൾ വെള്ളം വെച്ച് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ബേസിക്കലി വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇലകളെല്ലാം കൂടി ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10-15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ തയ്യാറാകും, കാരണം ഇലകൾക്കൊന്നും അധികം വേവില്ലല്ലോ. എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പിന് തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അതിൻ്റെ അരപ്പും റെഡിയാവും. ഈ അരപ്പും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തില തോരൻ കിടിലിനായിട്ട് റെഡിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് കഴിച്ച് നോക്കണം. പിന്നെ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ മുരിങ്ങയില നമ്മൾ എടുക്കാറില്ല കേട്ടോ. കാരണം അതിനകത്ത് എന്തോ വിഷത്തിൻ്റെ ഇത് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് വരെ നമ്മളെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതും ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഇത് ഏതൊക്കെ ഇലകളാണെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇത് നമ്മുടെ പത്തില തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേസ് പുതിയൊരു വീട്ടിൽ സ്റ്റേ ട്യൂൺ.